സ്വാദിഷ്ടമായ ചന മസാല, അതായത് വെള്ളക്കടല മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വെള്ളക്കടല മസാല വയ്ക്കാനായിട്ട് ഞാൻ വെള്ളക്കടല ഒരു 1/2 കപ്പ് എടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല അത് മതി. ഈ കടല ഞാൻ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത കടലയാണ്. ഇനി നമുക്കത് അടച്ച് 5 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. നമുക്ക് കടലക്കറി വയ്ക്കാനായിട്ട് ഒരു 5 വെളുത്തുള്ളി വലുത്, പിന്നെ 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, 2 തക്കാളി ചെറുത് 2 എണ്ണം, പിന്നെ മീഡിയം ടൈപ്പിൽ 2 സവാള, പിന്നെ 2 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് തേങ്ങ നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ഒരു ഗോൾഡൻ കളറായി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്ത് ഇനിയും കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. ഈ സമയം നമ്മൾ തീ കുറച്ച് വെച്ച് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഈ സമയം എൻ്റെ കയ്യിൽ ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം 1/2 സ്പൂണിൽ ചേർക്കുകയാണ്. ജീരകപ്പൊടി ഉള്ളവർ 1/2 സ്പൂണ് ജീരകപ്പൊടി ഇട്ടണം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊരു പിടി കശുവണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ അത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ അരച്ചതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും. ഇപ്പം നമ്മളുടെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു നമ്മൾ. ഇനി അതൊന്ന് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പം അത് മൂത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കും. നമുക്കിനി അത് നല്ല എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ ഒരവസ്ഥയിലാണ്. ഈ സമയത്ത് നമുക്ക് കടല ഇട്ട് കൊടുക്കും. കടല ഞാൻ ആ വെള്ളത്തോടു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കടല ഞാൻ കുറച്ചെടുത്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. വെപ്പിന് വേണ്ടിയാണ് നമ്മളത് ഇതിന് ഓൾറെഡി ഇത് തേങ്ങ അരച്ചായതുകൊണ്ട് നല്ല കൊഴുത്ത കറിയായിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇത് ഇത്രയും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങ അരച്ചായതുകൊണ്ട് അധികം തിളപ്പിക്കാൻ വെക്കണ്ട. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് ഈ കറി വാങ്ങി വെക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ചന മസാല റെഡിയായിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളക്കടല മസാല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം.